അമ്മ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ക്യാപ്റ്റനായ ലാലേട്ടാണ് ഇപ്പോൾ നമ്മളൊപ്പം ഉള്ളത്. ലാലേട്ടൻ അടിപൊളിയാണ് ഇന്നത്തെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നന്ദി. എന്തൊരു അമേസിങ് ക്രൗഡ്. ക്രിക്കറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഫിലിം ഫ്രറ്റേണിറ്റി ഇത്രയും സ്നേഹിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. അപ്പോൾ ആദ്യം ഈ പ്രേക്ഷകർക്ക് നന്ദി. അവരാണ് ബാറ്റിംഗ് തുടങ്ങിയത്. നല്ലൊരു സ്കോറാണ് 127. ആൻഡ് വി ആർ ഓൾസോ ഹാവിങ് എ നല്ലൊരു സ്റ്റാർട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ലെഫ്റ്റനൻറ്റ് കേണൽ പത്മശ്രീ ഭരത് മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു കമാൻഡിങ് ഇതാണ്. അപ്പോൾ ക്യാപ്റ്റനായിട്ടും സർ ഒരു ഫ്രണ്ട്ലി ക്യാപ്റ്റനാണ്, അതൊരു ഭയങ്കര സ്റ്റബൺ സ്ട്രിക്റ്റ് ക്യാപ്റ്റനാണോ? ദിസ് ഈസ് എ ന്യൂ തിങ് ഫോർ എസ് അല്ലേ. ഒന്നാമത് ഒരു ബേസിക് ഡിസിപ്ലിൻ ഇതിലുണ്ട്, അതാണ്. അപ്പോൾ അത് നമ്മുടെ ബോയ്സ് വളരെയധികം കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദേ റെസ്പെക്ട് ദ ക്യാപ്റ്റൻ. ആൻഡ് ഇന്നലെ ഞങ്ങളുടെ കളി കുറച്ച് ബൈ ഹാർഡ് ലക്ക്, പിന്നെ പുതിയതായിട്ടില്ലേ. ആൻഡ് ഡെഫിനറ്റ്ലി വി ആർ ട്രൈങ് ടു റെക്ടിഫൈ ഇൻ ദ കമ്മിങ് മാച്ചസ്. തീർച്ചയായിട്ടും ഐ തിങ്ക് യു ക്യാൻ വാച്ച് എ വണ്ടർഫുൾ ഗെയിം. ഇന്നലത്തെ ചെന്നൈ റൈനോസിനൊപ്പം 1 വിക്കറ്റിന് ലൂസ് ചെയ്ത് നമ്മൾ കോൺഫിഡൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ, അതത് മോട്ടിവേറ്റ് ചെയ്തോ? തീർച്ചയായിട്ടും അത് ഒരുപാട് നമ്മളെ പഠിപ്പിച്ചു അല്ലേ. അങ്ങനെ ഒരു തോൽവിയിൽ നിന്നാണല്ലോ ഒരു ജയം ഉണ്ടാകുന്നത്. സോ വി ആർ ട്രൈങ് ഹാർഡ്. ഇന്ന് ഒരു വളരെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നല്ല ന്യൂസുമായിട്ട് ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലെത്താം. താങ്ക് യു. ഒരു ക്വസ്റ്റനും കൂടെ, ലാലേട്ടൻ എന്നുള്ളൊരു ക്യാപ്റ്റൻ ഞങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉയർത്തുന്ന ഞങ്ങൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഉയർത്തുന്ന ഒരു എൻകറേജ്മെൻറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദിസ് ഈസ് എ വണ്ടർഫുൾ തിങ്. ഒന്നാമത് ക്രിക്കറ്റിനെ കുറിച്ചും ഒരു വലിയ കാര്യം തന്നെ ഉണ്ടാകട്ടെ, ഒരു റെവല്യൂഷൻ ഉണ്ടാകട്ടെ കേരളത്തിലെ ക്രിക്കറ്റ് സ്പോർട്സ്. ഇത് മാത്രമല്ല, സ്പോർട്സിനെ കുറിച്ച് വി ഹാവ് വണ്ടർഫുൾ പ്ലെയേഴ്സ്. നമുക്ക് എപ്പോഴും ഒരു ഭാഗ്യമില്ലായ്മയുണ്ട്. ആ ഭാഗ്യമില്ലായ്മ ഇങ്ങനെയുള്ള ഗെയിം വഴി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രസൻസ് വഴി മാറട്ടെ. ഒരു ലാസ്റ്റ് ക്വസ്റ്റനും കൂടെ ചോദിച്ചോട്ടെ, നമ്മളുടെ കേരള സ്ട്രൈക്കേഴ്സ് കോൺസെൻട്രേറ്റിൻ്റെ ഒരു സ്ട്രാറ്റജി ഏതാണ്? They play well and the unity of course. നമുക്കിപ്പം ഒരുപാട് കളിക്കാരെ അങ്ങനെ പറയാറുണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ട്, ഈഗോ ഉണ്ട്. That's all. I don't know, but ഞങ്ങൾ ഓപ്പോണൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് respect the opponents also. We respect the opponents and നമ്മൾ മറ്റവരൊരിക്കലും മോശമാണെന്ന് വിചാരിക്കരുത്. So we give respect and we get respect. Okay, who do you expect to play with for the finals? ഏത് ടീമിൻ്റെ ഒപ്പം ആയിരിക്കും? ടഫ് ക്വസ്റ്റ്യൻ ആണ് അറിയാം. $1 ക്വസ്റ്റ്യൻ. അപ്പോഴും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. ആരുടെ കൂടെ ആയിരിക്കും കളിക്കുന്നത്? ആരുടെ കൂടെ ആയാലും ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച്. നമ്മൾ ലാലേട്ടൻ പറഞ്ഞ മാതിരി ആരുടെ കൂടെ കളിച്ചാലും നമ്മൾ എന്തായാലും ജയിക്കണം, ജയിച്ചേ തീരൂ. ഓവർ ടു ദ കമന്റേറ്റേഴ്സ്. താങ്ക് യു. ബൗളിംഗ് ചേഞ്ചാണ് വരുൺ ബഡോള. ബാറ്റിങ്ങിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചതാണ്. ഇപ്പോൾ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സ്കോർ 4.2 ഓവർ പിന്നിട്ടപ്പോൾ 26 റൺസ്, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല. രാജീവ് പിള്ള 16 റൺസോടുകൂടിയും നവീൻ പോളി 2 റണ്ണോടുകൂടിയും ബാറ്റ് ചെയ്യുകയാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഒരു വരുൺ ബഡോളയുടെ പന്ത് വൈഡ്, ബൗണ്ടറി, വൈഡോടുകൂടി ബൈ 4 റൺസ്. അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ സ്കോർ 32 നീങ്ങിയിരിക്കുകയാണ്. 5 റൺ കൂടി അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ സ്കോറിൽ ചേർന്നിരിക്കുന്നു. ഒരു വൈഡ്, 4.2 ഓവർ പിന്നിട്ടപ്പോൾ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് 32 റൺസിന്, വിക്കറ്റൊന്നും നഷ്ടമായിട്ടില്ല. നവീൻ പോളി 2 റൺസോടുകൂടിയും രാജീവ് പിള്ള 16 റൺസോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. വരുൺ ബഡോളയുടെ പന്ത്. ഇവിടെ എടുത്തു പറയേണ്ടത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ സംഘാടകരെയാണ്. ഇത്ര മനോഹരമായിട്ട്, പ്രത്യേകിച്ച് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ഇത്ര ആരാധകരുടെ മുന്നിൽ ഈ ഒരു മത്സരം ഇവിടെ സംഘടിക്കാൻ കഴിഞ്ഞതിൽ, പ്രത്യേകിച്ച് ഇതിൽ പ്രവർത്തിച്ച അമ്മയുടെ പ്രവർത്തകരും, പ്രത്യേകിച്ച് പ്രിയദർശൻ ഉൾപ്പെടുന്ന എല്ലാ പ്രമുഖരും ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു പ്രശംസയും അംഗീകാരവും അർഹിക്കുന്ന രീതിയിലാണ് ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്ന രീതി ഇതുവരെ കാണാൻ സാധിച്ചത്. ഇത്രയധികം ആരാധകരുടെ മുന്നിൽ, പ്രത്യേകിച്ചും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന കൊച്ചിയിൽ ഇത്ര മനോഹരമായിട്ട് ഒരു മത്സരം, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ
ഒന്നടങ്കം ആൾക്കാരും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മത്സരം ഇവിടെ നടത്താൻ സാധിച്ചത്. കേരള സ്ട്രൈക്കേഴ്സ് അവരുടെ ആദ്യത്തെ ആ ഒരു ഇതായ പവർ പ്ലേയിലുള്ള വിക്കറ്റ് പോകാതെ കൊണ്ട് മാക്സിമം റൺസ് എടുക്കുക എന്നുള്ള ലക്ഷ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബോംബെ സ്ട്രൈക്കേഴ്സിൻ്റെ ബൗളേഴ്സ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് അവർക്കൊരു ലൈനിങ് ലെങ്ത് കിട്ടുന്നില്ല. അത് ശരിക്കും മുതലെടുത്തുകൊണ്ട് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ബാറ്റ്സ്മാൻമാർ അവരുടെ ആദ്യ ലക്ഷ്യമായ വിക്കറ്റ് പോകാതെ കൊണ്ടുള്ള ആ ഒരു പവർ പ്ലേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ ഓവറാണ് കളിക്കുന്നത്. ഇനി ഒരു ഓവർ കൂടി പവർ പ്ലേ ഉണ്ട്. അതിൽ വിക്കറ്റൊന്നും പോകാതെ കണ്ട് ഒരു 40-45 റൺസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു മുന്നേറ്റമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഇവിടെ ഈ ടൂർണമെൻറ്റ് ഈ ഒരു മാച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ അമ്മയുടെ പുറകിലുണ്ട് ഒരു നമ്മളൊരു എപ്പോഴും ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. അവരുടെ സെക്രട്ടറിയായ ഇടവേള ബാബു ഈ ടീമിൻ്റെ മാനേജർ കൂടിയാണ്. അദ്ദേഹം ഇതിൻ്റെ പുറകിൽ എ മാൻ ബിഹൈൻഡ് ദിസ് ഗ്രേറ്റ് വെഞ്ചർ. തീർച്ചയായിട്ടും നമ്മൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിശ്രമം നമ്മൾ എപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അവിടെ അത് ഒരു മനോഹരമായൊരു ഡ്രൈവ് പോയിന്റിൽ കൂടി വീണ്ടും രാജീവ് പിള്ള അദ്ദേഹത്തിൻ്റെ ആ ബാറ്റിംഗ് മികവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അമ്മ കേരള സ്ട്രൈക്കേഴ്സിന് 2 റൺസ് കൂടി നേടാൻ സാധിച്ചിട്ടുണ്ട്. 4.5 ഓവർ പിന്നിട്ടപ്പോൾ അമ്മ കേരള സ്ട്രൈക്കേഴ്സ് 35 റൺസ് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ. വരുൺ ബഡോലയുടെ ഈ ഓവറിൽ 8 റൺസ് ഇതുവരെ നേടിയിട്ടുണ്ട്. 11 റൺസാണ് ഈ ഓവറിൽ നേടിയിരിക്കുന്നത്. ഏറ്റവും ഒരു നല്ല ഓവറായിട്ട് കേരള സ്ട്രൈക്കർ ബാറ്റ്സ്മാൻമാർ ഈ ഓവറിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു സവിശേഷത. ഒരു നല്ല പന്താണ് വരുൺ ബഡോലയുടെ. 35 റൺസ് 5 ഓവർ പൂർത്തിയായപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ്.